പ്രത്യേക ദുഃഖ സാഹചര്യത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ചേർന്ന് ഞാനും ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം എന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1997 ഞാൻ അബുദാബി വിസിറ്റ് ചെയ്തപ്പോൾ പല സഭകളിൽ ചേർന്നതായ വളരെ ദൈവ പരിജ്ഞാനവും ഭക്തിയുള്ളതായ സഹോദരന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ഐക്യ കൂട്ടായ്മ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവിടെ വചനം ശുശ്രൂഷിക്കുവാനും എൻ്റെ സാക്ഷി കേൾക്കുവാൻ വേണ്ടി എനിക്ക് അവിടെ അവസരം ലഭിച്ചു. അന്ന് മുതലാണ് തലശ്ശേരി കുടുംബത്തെയും എനിക്ക് പരിചയമായത്. ഇത്രയും വർഷങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ സ്നേഹിക്കുവാൻ കരുതുവാനും അതിനുശേഷം ഞാൻ എത്രയോ പ്രാവശ്യം ആ രാജ്യത്തിൽ വീണ്ടും കണ്ടുപോയിട്ടുണ്ട്. പോകുന്ന അവസരങ്ങളൊക്കെ ദൈവവചനം ശുശ്രൂഷിക്കുവാനും അതുപോലെ അന്യോന്യം സംസാരിക്കുവാനും അനേക മണിക്കൂറുകളെടുത്ത് ദൈവവചനം പഠിക്കുവാനും സമയങ്ങൾ അദ്ദേഹമായിട്ട് എനിക്ക് ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ, രണ്ടാമത് കർത്താവിനെ മറ്റെല്ലാത്തിനേക്കാളും അധികമായി സ്നേഹിക്കുന്ന ഒരു ദൈവദാസൻ, മൂന്നാമതായിട്ട് ഭക്തനായ ഒരു ദൈവദാസൻ. വിശ്വാസികൾ അധികമുണ്ടെങ്കിലും വിശ്വസ്തത കുറവാണ്. യേശു കർത്താവിന് അനുയായികൾ അധികമുണ്ടെങ്കിലും ശിഷ്യന്മാർ കുറവാണ്. യേശു കർത്താവിൻ്റെ പിന്തുടരുവാനും അവന് വേണ്ടി ജീവിക്കുവാൻ ധാരാളം പേരുണ്ടെങ്കിലും അവനെ അധികമായി സ്നേഹിക്കുന്നവർ വളരെ കുറവാണ്. എന്നാൽ ഈ 3 പ്രത്യേക ഘടകങ്ങളാൽ താൻ നിറഞ്ഞ് ആയുഷ്കാലമൊക്കെ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തോട് അടുത്ത് ജീവിക്കുവാനുള്ളതായ അവസരങ്ങൾ താൻ കണ്ടെത്തുവാനായിട്ടിടയാണ്. ഈ ദേവദാസനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ ദുഃഖമുണ്ടാകുവാനിടയായി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഒരു വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ വളരെ ഭയപ്പാടുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിളിച്ചിരുന്നു. ഞാൻ ചിലപ്പോൾ ഒരു ഭയത്തിൻ്റെ പ്രയാസമായിരിക്കാമെന്ന് പറഞ്ഞ് കൂടുതൽ തന്നെ പ്രാർത്ഥിച്ചു. വീണ്ടും ബുധനാഴ്ച വിളിച്ച് ഞാൻ തന്നെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായിട്ട് രാവിലെ വിളിച്ചറിയിച്ചിരുന്നു. ഞങ്ങളുടെ കുടുംബമായി ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നു. പ്രിയ മകൾക്ക് ഒരു നല്ല കാര്യം നടന്നിട്ടേ കർത്താവിൻ്റെ ദാസൻ കടന്നു പോകാവൂ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം വേറെ വിധമായിരുന്നതുകൊണ്ടും എല്ലാവർക്കും സ്തോത്രം ചെയ്യുവാനുള്ള കടപ്പെട്ടവരായതുകൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. സമയത്തിന് മുമ്പേ കർത്താവിൻ്റെ ദാസനെ ദൈവം വേർതിരിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പൗലോസ് ഫിലിപ്പിയ ലേഖനം എഴുതുന്ന സമയത്ത് എൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് മുമ്പിൽ എനിക്കൊരു വിരുത് വെച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ഓട്ടം ഓടുന്നു, അത് പിടിച്ചുകൊള്ളാമോ എന്ന് നിശ്ചയമില്ല, പിടിക്കാമെന്ന് വെച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ എന്നാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്. തന്റെ ശുശ്രൂഷയുടെ ആരംഭ കാലങ്ങളിൽ എഴുതപ്പെട്ട ലേഖനമാണ് ഫിലിപ്പിയ ലേഖനമായ ദൈവം ഈ കുടുംബത്തിന് തുറന്നു വേണ്ടതായ ആശ്വാസങ്ങളും സമാധാനങ്ങളും നൽകി തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രിയമാണെങ്കിൽ മോൾക്കും വേണ്ടതായ ഭാവി അനുഗ്രഹങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ പ്രത്യേക അവസരം എനിക്ക് നൽകി തന്ന ബഹുമാനപ്പെട്ട ഭാഗവാഹികളോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന ബാംഗ്ലൂർ സ്പ്രിംഗ്ഫീൽഡ് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെയും അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. എൻ്റെ സഭയിൽ എൻ്റെ ചാനൽ വന്നിട്ടുണ്ട്. മോൻ അഡ്മിഷന് വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ പാർത്തിട്ടുണ്ട്. 2-3 ദിവസം കഴിഞ്ഞ് പോയപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് മുമ്പാകെ എപ്പോഴും ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. എനിക്ക് ഏതെല്ലാം പ്രയാസങ്ങൾ ഏർപ്പെടുന്നു ആ സമയത്തൊക്കെ കൈത്താങ്കളോട് തന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തെ നന്ദിയോടെ ഓർക്കുന്നു. സർവ്വതൃപാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ വാക്കുകൾ വിവരിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിക്കുമാറാകട്ടെ. Rexha Stuti
കടക്കുന്നതിന് മുമ്പായി എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. മലയിലെ കുടുംബത്തിന് 7 വിഭാഗങ്ങളാണുള്ളത്, ശാഖകളാണ്. അതിൽ 6 ശാഖ മലയിൽ തെരിയൻ്റെ മക്കളും 7ാമത്തെ ശാഖ മലയിൽ തെരിയൻ്റെ അനിയൻ്റെ മക്കളുമാണ്. ഇവിടെ ഇരിക്കുന്ന മലയ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും തന്നെ ഈ ശാഖകളും എല്ലാം ഒന്നും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രായമുള്ളവർക്കൊക്കെ അറിയാം. ഏറ്റവും മൂത്ത മകന് മേലേക്കൊരു പോത്തൻ, 2ാമത് പിള്ളപ്പറമ്പിൽ കോശി, 3ാമത് കുഞ്ഞിരത്ത് വടക്ക് ഇട്ടി, 4ാമൻ കുഞ്ഞിരത്ത് തെക്ക് വർഗീസ്, 5ാമൻ ആലിക്കുന്നേൽ തര്യൻ്റെ ശാഖയിൽപ്പെട്ടതാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മെ കടന്നുപോയ തങ്കച്ചിന്മൽ. 6ാം ശാഖ മലയിൽ ശാഖ, ഏറ്റവും വലിയ ആളിൻ്റെ ശാഖ ഞങ്ങളുടെ ശാഖയാണ്. 7ാം ശാഖ എന്ന് പറയുന്നത് മലയിൽ തര്യൻ്റെ അനിയൻ്റെ ശാഖയാണ് ആകത്തിലെടുക്കുന്നത്. ഞാൻ ഇതിലേത് ആരാണെന്ന് ചോദിച്ചാൽ മലയിലെ വലിയ കാലായി അങ്ങനെ വീട് ഇപ്പോൾ ഇവിടെ ഇല്ല. ധാരാളം മലയിൽ വീടുകൾ ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. കുഞ്ഞിരത്ത് തെക്കേ കുടുംബമില്ല, മലയിൽ കുടുംബം തന്നെ ഇല്ലാതായിരിക്കുകയാണ്. ഒറിജിനൽ മലയിൽ തര്യൻ ജീവിച്ച് വളർന്ന് മരിച്ച ആ ഭവനം തന്നെ മലയിൽ കുടുംബത്തിന് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതല്ല, ആരും മോഷിച്ചെടുത്തുകൊണ്ട് പോയതല്ല. അത് വിറ്റുപോയി കഴിഞ്ഞപ്പോൾ വേറെ ആളുകൾ വാങ്ങിച്ചു. ഞാൻ വലിയ കാലായി 4 ആൺമക്കളാണുള്ളത്, ഈവരീസിൻ്റെ മക്കൾ. അതിൽ മൂത്ത എൻ്റെ ഫാദറാണ്, വി തോമസ് എന്ന് പറയും. 2ാമൻ വി ജോർജ്, 3ാമൻ തരീൻ സാറ്, 4ാമൻ ഡോക്ടർ. അതിൽ മൂത്ത ആളിൻ്റെ 4ാമത്തെ മകനാണ് ഞാൻ. എൻ്റെ നേരെ മൂത്ത ആൾ തങ്കച്ചൻ എന്ന് പറയുന്ന ആൾ ജീവനോടുണ്ട്, 85 വയസ്സുണ്ട്. അതിൻ്റെ മൂത്ത 2 പേരും മരിച്ചുപോയി. മൂത്ത 2 പേര് ഈ കോളേജിൽ പഠിച്ചവരൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല പരിചയമാണ്. ഞാൻ ഇവിടേക്ക് കടന്നു വരണമെന്നുള്ളത് എനിക്ക് വളരെ ഒരു ആഗ്രഹമായി തോന്നി. മക്കൾ 2 പേരും ദുബായിൽ നിന്ന് വിളിച്ചു പറയുകയും ചെയ്തു, അത്യാവശ്യമായിട്ട് പോയി സമ്മതിക്കണം. എൻ്റെ ആൺമക്കൾ 2 പേരും ദുബായിൽ ചെറിയ ജോലി ഉള്ളവരാണ്. അവരെ അബുദാബിയിൽ പല കാര്യങ്ങൾക്കായിട്ട് പോകുമ്പോൾ പോകുന്നത് തങ്കച്ചൻ്റെ അടുത്തേക്കാണ്. അന്ന് അവർ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത് 24-25 മലയ കുടുംബക്കാരുണ്ടാവും. അതിൽ മർക്കോർ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞിരത്ത് തെക്ക് കുടുംബത്തിൽപ്പെട്ടവരാണ് കൂടുതൽ പേര് അവിടെ അബുദാബിയിലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഇവർ 2 പേരും, എൻ്റെ മക്കൾ 2 പേരോട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ചോദിച്ചു, പിള്ളേരെ നിങ്ങൾ ഏതാണെന്ന് ചോദിച്ചു. ചെറുപ്പക്കാരാണത്. ഞങ്ങൾ മലയ കുടുംബത്തിൽപ്പെട്ട അത് ഏതാ
ഞങ്ങൾ മലയിലെ വലിയകലായി കല്ലേരി ഇന്നാരുടെ മക്കളാണ്. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങൾ കുടുംബ സംബന്ധമായ ഒരു ആവശ്യത്തിന് വന്നതാണ്, അല്ല വ്യക്തിപരമായ ആവശ്യത്തിന് വന്നതല്ല. ആ കാര്യം അതിവേഗത്തിൽ പുള്ളി അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. അവരെ സ്വീകരിച്ച് അവരെ അവിടുന്ന് പറഞ്ഞേക്കുകയും ചെയ്തു. പിന്നീട് അധികം കാലം അദ്ദേഹം അവിടെ ജോലിയിൽ ഇരുന്നില്ല. റിട്ടയർ ചെയ്ത് പോരാൻ തുടങ്ങുന്ന അവസരത്തിലാണ് ചെന്നത്. ജോലിക്ക് അവരെ മനസ്സിലാക്കാൻ അറിയത്തില്ല. രണ്ടുപേരെ കാണാൻ ഒരുപാട് ചെറുപ്പക്കാരാണ്. മൂത്തവൻ അവിടെ ഡോക്ടറാണ്, ഇളയവൻ ഇന്ത്യക്കാരൻ അവിടെ ബിസിനസ്സുകാരനാണ്. മൂത്തവൻ ഡോക്ടറാക്കി, ഇളയവനെ ഇറക്കി. അപ്പോൾ അവരുടെ ആഗ്രഹം കൂടിയായിരുന്നു ഞാനിവിടേക്ക് ഇന്ന് കടന്നു വരിക എന്നുള്ളത്. യഹോവഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്ന് പറയാൻ അതിന്റെ അടിസ്ഥാനം ഞാൻ മനസ്സിലാക്കിയത് എന്റെ വീട്ടിൽ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അച്ഛന്മാരൊക്കെ ഉണ്ട് ഇവിടെ. യഹോവ ദൈവം മനുഷ്യൻ ഓരോ ഉപകാരങ്ങൾ ദിവസം തോറും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെയാണ്. പ്രതിഫലം ഇച്ഛിക്കാതെ നമുക്ക് അനേകം ഔദാര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന യഹോവയ്ക്ക് ആകെ ആവശ്യമായിട്ടുള്ളത് തൻ്റെ സന്നിധിയിൽ എത്തുന്ന തൻ്റെ ഭക്തന്മാരായ തൻ്റെ പ്രജകളിൽ നിന്നുള്ള തുല്യ സ്തോത്രം മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അനുശോചനം ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളു. മാവിൽ വസിക്കുമ്പോൾ യേശുവിൻ മാവിലാണാത്മീയ ജീവിതം. താലോലഗാനങ്ങൾ അമ്മ ചൊല്ലും പോലെ ആത്മീയക്കാനന്ദം യേശുവിൻ വാത്സല്യം. ഏകാന്ത ജീവിത വരം Mario
ആവശ്യമായി ജീവിതത്തിൽ അനുഭവങ്ങൾക്കായി നമ്മൾ ശ്രമിക്കുന്നു. എല്ലാവരും വിശ്വസിക്കുന്ന ഉണ്മയിലേക്ക് നോക്കി എൻ്റെ മഹാസ്നേഹം ഞങ്ങളെ ചെയ്തു. അഭിപ്രായം നമ്മളെയൊക്കെ ഞങ്ങൾക്ക് നൽകി. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഒരു മറന്നു പോയിട്ടും ഇതിൻ്റെ മനുഷ്യനായ ലോകത്തിലേക്ക് ഞങ്ങളെ എൻ്റെ മക്കളും പ്രിയമക്കളുമായി എത്തിച്ചേർന്നു. എന്ന് വിശ്വസിക്കുന്നവരുടെ നിത്യത്തിൽ അനുഭവപ്പെടുന്നതിനെ പഠിപ്പിച്ചു. നമ്മുടെ മാതാപിതാക്കന്മാരുടെ ആ വിശ്വാസപരിപാടി വലിയ അവസ്ഥയാണ്. മാതാപിതാവിനെ പറയുന്നത് എൻ്റെ മക്കളും പ്രിയമക്കളുമായി ഞങ്ങളെ പഠിപ്പിച്ചിരിക്കാൻ അംഗീകരിക്കപ്പെടുന്ന സന്തോഷമായ സത്യപ്പെട്ട അനുഗ്രഹങ്ങൾക്കായി വേണ്ടി നിത്യാനുഭവത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും ശ്രമിക്കാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുട്ടികൾക്ക് ശുശ്രൂഷയൊക്കെ നമുക്ക് അനുഗ്രഹമായിട്ട് ദൈവനാമം ഞങ്ങൾ മാറ്റപ്പെടും. അവരോട് യാത്ര പറയുവാൻ വളരെ വൈദ്യ ശക്തി എല്ലാവരെയും ആശ്രയിക്കണം. കർത്താവിനെ ജീവിക്കാക്കണം. ഈ നായകൻ പഠിപ്പിക്കാനുള്ള കൂടുതലുള്ള വലിയ ബോധ്യം സിദ്ധാന്തങ്ങളെ പറ്റിയും ശക്തിയെത്തിക്കുക. കാരണം പാഠങ്ങളുള്ളതാണ് സംഗതിയാണ്. അറിയിക്കാണ് സിദ്ധാന്തങ്ങൾ നടക്കണം. ശക്തി വിശ്വസിക്കാതെ ഞങ്ങളെ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് പാർക്കുവാൻ ഈ ലോകത്തിൽ നിന്ന് ഞങ്ങളുടെ പാർപ്പിടങ്ങളൊക്കെ ക്രമീകരിച്ചു നൽകുന്നു. ആ പാർപ്പിടങ്ങളിലെ പാർപ്പിടം താൽക്കാലികമാകുന്നുണ്ട്. ദൈവമായ കർത്താവേ, തകച്ചാലെ ഈ ലോകത്തിൽ പാർക്കുവാൻ മനോഹരമായ വീടുണ്ടാണ്. അതിൽ വന്ന് ചുരുങ്ങിയ കാലങ്ങൾ കുടുംബമായി പാർക്കും. ഇതിൻ്റെ മകൻ്റെ ഭൗതിക ശരീരം ഈ താൽക്കാലിക പാത്രത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് എടുക്കുകയും നിത്യമായൊരു പാർപ്പിടം ഞങ്ങൾ കൊണ്ടുള്ള ബോധ്യവും ഞങ്ങൾക്ക് നൽകുന്നു. പാർപ്പിടത്തിൽ നിന്റെ മകൻ എത്തിച്ചേരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ കരുണ എല്ലാവരുടെ മേലും വ്യാപരിക്കണമേ. തിരുസമാധാനത്താൽ ശക്തീകരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയിർത്തവൻ വാനലോക മതിൽ ചെന്നു, സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗകാനാൻ നാട്ടിലാക്കുവാൻ. ബഹുമാനമുള്ള വൈദിക സിസ്റ്റർ, കർത്തരായ ജോയമ്മ, ക്രിസ്ത്യൻ മോൾ,
ബന്ധുമിത്രാദികളെ, കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹമെന്ന്. ബഹുമാനപ്പെട്ട തോമസ് തരിയൻ്റെ വേർപാട് വളരെ ഞെട്ടലോടെയാണ് ഞങ്ങൾ ശ്രമിച്ചത്. കാരണം ദീർഘകാലം അബുദാബിയിൽ ഒരേ കമ്പനിയിൽ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നു. പെട്ടെന്നുള്ള വേർപാട് ഏവർക്കും ദുഃഖമുളവാക്കുന്നതാണ്. തരീജിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് എപ്പോഴും സദാ പുഞ്ചിരിക്കുന്ന ഒരു മുഖം, ശാന്തനും സൗമ്യനും, ആരോടും ഒരു സമയത്തും ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം സൽസ്വഭാവിയും സൗമ്യ മനസ്സുള്ളവനായിരുന്നു. ഞങ്ങളെ വിട്ട് ഇന്നേക്കുമായി കർത്തസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ദുഃഖത്തിലിരിക്കുന്ന ചോയമ്മയ്ക്കും കൃഷ്ണ മോൾക്കും എല്ലാം സഹിപ്പാനുള്ള മനഃശക്തി ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾക്കും ദൈവം തമ്പുരാൻ ആശ്വാസം നൽകട്ടെ. ദുഃഖത്തിലിരിക്കുന്ന എല്ലാവർക്കും അബുദാബി സാറ്റ്കോ ടെലികോമിൻ്റെ എക്സ് എംപ്ലോയീസിന് വകയായിട്ടുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് റീത്ത് സമർപ്പിക്കും. പ്രാണപ്രിയൻ സേവയിൽ തന്നായുസെല്ലാം കഴിക്കേണം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ദാസൻ എന്നു ചൊല്ലുന്നാൾ തന്റെ മുമ്പാകെ ലജ്ജിതനായി. പ്രിയ വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരന്മാരെ, ഈ പ്രിയ സഹോദരൻ്റെ ദേഹവിയോഗത്തിലുള്ള അനുശോചനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കട്ടെ. വളരെ ധന്യമായ ഒരു ജീവിതം നയിച്ച് ഇപ്പോൾ നമ്മെ വേർപെട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിതരായി കഴിയുന്ന ബന്ധുമിത്രാദികളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. അവർക്ക് ആശ്വാസം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അനുശോചനം ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നിൽ ലേശമില്ലാതീശനാടോ
നാട്ടിൽ പാടൂ വാഴ്ത്തപ്പെട്ടോരുടെ സാന്നിധ്യം ഖേദം രോഗനമല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്കു വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ ആതിരത്തു വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ ആതിരത്തു സ്നേഹമാം സ്വർഗ്ഗതാരൂപേ സ്നേഹദാനത്തിലോ നാൾക്കുനാൾ വീഴ്ചയേതാരും നന്മയ്ക്കോ കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആതിരത്തു വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആതിരത്തു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ നിന്നെ പേർചൊല്ലിയിരിക്കുന്നു, നീ എനിക്കുള്ളതല്ലെന്ന്. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. അഗ്നിദ്വാര നിന്നെ ദഹിപ്പിക്കുകയില്ല. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. 23-ാം സങ്കീർത്തനം നമുക്ക് ചേർന്ന് ചൊല്ലാം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പറങ്ങളിൽ എന്നെ കിടത്തുന്നു, എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ നടന്നാലും ഞാൻ അർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുന്നേ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ നിലയോട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 13-ാം വാക്യം മുതൽ, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിരാകുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിലും അങ്ങനെ തന്നെ നാം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്രകൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതിന്റെ ശബ്ദത്തോടും
ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരുടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവേൻ. ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന അവനിൽ വിശ്വസിക്കുന്നവരാരും എന്നേക്കുമായി മരിക്കുകയില്ലല്ലോ. അവനിൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുതെന്ന് നിന്റെ വിശുദ്ധ അപ്പോസ്തലനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിപ്പിച്ചുവല്ലോ. നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ ഈ സഹോദരൻ പാപവും പരീക്ഷങ്ങളും ലോകത്തിൽ നിന്ന് വെളിപ്പാൻ തിരുമനസ്സായിരിക്കൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസന്റെ വേർപാട് മൂലം ദുഃഖത്തിലിരിക്കുന്ന എന്റെ മക്കളെ കടാക്ഷിച്ച് അവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. നിത്യപ്രത്യാശയുടെ പ്രകടമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ചിരിക്കുന്ന നിന്റെ അതിശയകരമായ സ്നേഹത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധം ഞങ്ങൾക്ക് നൽകണമേ. അവൻ്റെ മഹത്വമുള്ള വൃദ്ധാന്താൽ സമ്പാദിതമായ ഭാഗ്യകരമായ പ്രത്യാശയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. സകലം നന്നായി ചെയ്യുന്നതിൻ്റെ ജ്ഞാനത്തിലും സ്നേഹത്തിനുമുള്ള വിശ്വാസത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകുന്നവൻ നീയാകും, ഞങ്ങളിൽ നിന്ന് എടുക്കുന്നവനും നീയാകും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പറയുവാൻ എൻ്റെ മക്കൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവേ മിശിഹാമൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സ്നേഹത്തിൽ നിന്നും ആരെയും വേർപെടുത്തുവാൻ പാടില്ലാത്തതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ക്ഷയമോ മാലിന്യമോ വാട്ടമോ ഇല്ലാത്തതായി സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവകാശത്തെക്കുറിച്ച് ജീവനുള്ള പ്രത്യാശ നിന്റെ മക്കളിൽ ജനിപ്പിക്കണമേ. ഒരിക്കലും വേർപാടില്ലാത്ത ഞങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിലുള്ള വാസസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ സാക്ഷാൽ ഭവനമായ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോട് കൂടെ ഞങ്ങളെയും ചേർക്കണമേ. നിന്റെ എല്ലാ വിശുദ്ധന്മാരോടും കൂടെ പാർപ്പാനം പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നവനായി ഞങ്ങളുടെ രക്ഷിതാവും രാജാവുമായ യേശുവേ, നിന്നോടുകൂടെ വാഴുവാനും നിങ്ങളിലേക്ക് തന്നെ ഞങ്ങളെ ചേർത്ത് കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. സഹോദരങ്ങളെ കുടുംബങ്ങളായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. സർവാശ്വാസന്റെയും ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശക്തീകരിക്കേണ്ടതിനായി പ്രത്യാശയാൽ നിറയ്ക്കേണ്ടതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശു മിശിഹ തന്റെ സ്നേഹിതനായ ലാസറിന്റെ കല്ലറയിൽ കണ്ണുനീരൊഴുക്കിയല്ലോ. ഇപ്പോൾ ദുഃഖത്തിലും സങ്കടത്തിലും ഇരിക്കുന്നവരെ കൃപയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ദിവ്യകരുണയാൽ അവരെ ആശ്വസിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് അറിവാൻ അവരെ സഹായിക്കണമേ. നിന്റെ പിതൃതയിൽ ഉറപ്പായി ആശ്രയിച്ചു കൊണ്ടിരിപ്പാൻ അവർക്ക് കൃപ ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അബുദാബി CSI ഇടവകയുടെ ശുശ്രൂഷകനായി വേല ചെയ്യുവാൻ അവസരം ലഭിച്ച ബഹുമാനപ്പെട്ട KG തോമസൻ അച്ഛൻ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. തന്റെ ശയനം ഈ പ്രിയ കുടുംബാംഗങ്ങളുമായി വളരെ അടുത്ത ഇടപെടുന്നതിനും കർത്താവിൻ്റെ ശുശ്രൂഷ ഒന്നിച്ച് ചെയ്യുന്നതിനും ഭാഗ്യം ലഭിച്ചതായി അച്ഛൻ അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്ന വാചനങ്ങൾ നാമുമായിട്ട് പങ്കുവയ്ക്കും. നമ്മെ സ്നേഹിച്ചവര് ഈ ലോകത്തിൽ നിന്ന്
മാറ്റപ്പെടുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് ഇനിയും അവരെ കാണുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ ആ വേദന, അതിൻ്റെ തീവ്രത വളരെ വലുതാണ്. പ്രത്യേകിച്ച് നമ്മെ വിട്ട് കടന്നു പോയ പ്രിയപ്പെട്ട തങ്കച്ചായൻ്റെ ജീവിതം, സേവനങ്ങൾ, ശുശ്രൂഷകൾ, സാക്ഷ്യജീവിതം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക. കഴിഞ്ഞ 24 വർഷങ്ങളായി തങ്കച്ചാനും ജോയമ്മയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠ സഹോദരനും കുടുംബമെന്ന പോലെ അത്രമാത്രം സ്നേഹബന്ധത്തിൽ, കൂട്ടായ്മ ജീവിതത്തിൽ വളരെയധികം അടുത്ത് ഇടപെടുവാൻ ദൈവം ഒരുക്കി തന്ന അവസരങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുമായിട്ടുള്ള ബന്ധം, അടുപ്പമെന്ന് പറയുന്നത് ഒരുപാട് ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവകൃപ അനുഭവിച്ച സന്ദർഭമാണ്. മാത്രമല്ല, അവധിക്കാലത്ത് നാട്ടിൽ വരുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് എവിടെ ആയാലും ചിലവഴിക്കുന്ന ആ ഒരു അനുഭവവും ഓർമ്മയുണ്ട്. അപ്പം ഇതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരു യഥാർത്ഥ CSI-കാരനായിട്ട്, ദൈവവിശ്വാസിയായി, രക്ഷിക്കപ്പെട്ട ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ വിശ്വാസ ജീവിതത്തിൻ്റെ സാക്ഷ്യമായിരുന്നു തങ്കച്ചാനും ജോയമ്മയും മോളും. അധികമായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിത്യതയുടെ തുറമുഖത്ത് നമ്മെ വിട്ട് കടന്നുപോയ പ്രിയപ്പെട്ടവരെ മുഖാമുഖമായി കാണുവാൻ കഴിയും എന്നുള്ള വലിയ പ്രത്യാശയാണ് ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് എത്രമാത്രം ആശ്വാസ വാക്കുകൾ പറഞ്ഞാലും വേർപാടാണ്. വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്നവർക്ക് സർവശക്തനായ ദൈവമാണ് ആശ്വാസവും സമാധാനവും. പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന ജോയമ്മയ്ക്കും ക്രിസ്റ്റീന മോൾക്കും ദേവിച്ചാൻ കുടുംബത്തിനും അതുപോലെ സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും സർവശക്തനായ ദൈവം ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായ അനുശോചനവും അറിയിക്കും. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നീ ഞങ്ങൾക്ക് നൽകുന്ന ശിഷ്ടായുസ്സിനെ ധൈര്യത്തോടും ക്ഷമയോടും കഴിക്കുന്നതിനും പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കാതിരിപ്പാനും കഴിഞ്ഞ കാലങ്ങളിൽ നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർപ്പാനും നിന്നിലുള്ള വിശ്വാസത്തോടും ഭയഭക്തിയോടും ഈ ആയുസ്സിനെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോട് കൂടെ ചെന്ന് ചേരാമെന്നുള്ള പൂർണ്ണ നിശ്ചയത്തിലിരിപ്പാനും ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന നിന്റെ മക്കൾക്ക് വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആത്മാവിനെ നൽകണമെന്ന് യേശു മെസ്സിയ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നിന്നിൽ വിശ്രമിപ്പാൻ ഞങ്ങൾ മുൻപായി കടന്നു പോയിട്ടുള്ള നിന്റെ എല്ലാ മക്കളോടും നിനക്കുള്ള കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങൾ നിന്റെ വലിയ നാമത്തെ പുകഴ്ത്തുന്നു. അവർ നടന്നതുപോലെ നിന്റെ മുൻപാകെ നീതിയിലും വിശുദ്ധിയിലും നടന്ന് ത്യാഗപൂർവ്വം നിന്നെ സേവിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കും നന്ദിയുള്ള ഹൃദയങ്ങളെ തരണമെന്ന് ഞങ്ങളുടെ കർത്താവേ മിശിഹാപുരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിതമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ക്ഷമിക്കുന്നവരോട് കടങ്ങളെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ കൃഷ്ണനെ രക്ഷിക്കണം. എന്തുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും നീക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവ് ജീവനോട്ടിരിക്കുന്നവർക്ക് തൻ്റെ കൃപയും എന്നെ വിട്ടേ കടന്നുപോയ വിശ്വാസികൾക്ക് സ്വസ്ഥതയും സഭയ്ക്കും ലോകത്തിനും സകല മനുഷ്യർക്കും സമാധാനവും വഹിക്കും. നമുക്കും തൻ്റെ സകലദാസർക്കും ജീവൻ നൽകുമാറാകട്ടെ. ഞങ്ങളുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
അല്പമുണർന്നിടാ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടുന്നു നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. ദുഃഖിക്കുന്ന ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അതിനോടുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കും.
സ്വർഗീയരാജനും അവരുടെ സന്തോഷത്തിന് പങ്കാളികളായി തീരുമാനം യേശുമിശിഹാ മൂലം കൃപ ചെയ്യണമേ. സ്വർഗത്തിലും ഭൂമിയിലുള്ള സർവ്വശക്തന്മാരെ ആരാധിക്കുന്നത് പോലെ ഞങ്ങളും ആരാധിക്കേണ്ടതിനും അവരിൽ ആശ്രയിക്കുന്നത് പോലെ ഞങ്ങളും ആശ്രയിക്കേണ്ടതിനും അവർ നിന്നെ സന്തോഷിക്കുന്നത് പോലെ ഞങ്ങളും സന്തോഷിക്കേണ്ടതിനും അവർ നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളും സ്നേഹിക്കേണ്ടതിനും അവരിലുള്ള അതേ മനോഭാവങ്ങളുടെ അതേണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എല്ലാ ദുഃഖത്തെയും ആശ്വസിപ്പിക്കുവാനായിട്ട് നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ വാഴ്ത്തുകൊടുക്കുന്നതായും യേശുമിശിഹായുടെ മേൽ പ്രവർത്തനം ഇപ്പോൾ ദുഃഖത്തിലേക്ക് എല്ലാവരെയും വിശേഷാലോചന നിന്റെ സ്നേഹത്തെ സമർപ്പിക്കുന്നു. മറ്റുപോകാത്ത കൂട്ടായ്മ സാന്നിധ്യത്തിന്റെയും ആശ്വാസങ്ങളും നൽകണമേ. സമാധാനവും പ്രത്യാശയും സന്തോഷവും നിന്റെ എല്ലാ മക്കൾക്കും ദാനം ചെയ്ത് നിന്റെ കുടുംബങ്ങൾക്ക് ഞങ്ങൾ രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നീ തലമുറ ഞങ്ങൾ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിന് നീ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനു മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മധ്യനെ മുടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തലച്ചു വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടി പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ കൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുൻപിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞു പോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളുടെ നെടുവീർ പോലെ കഴിയുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ 60 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെ ഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഞാനുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ കേടുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സദാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയകൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ മോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാരുടെ പ്രവൃത്തിയും അവരുടെ മക്കളുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ പ്രസാദം ഞങ്ങളുടെ മേൽ തിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പുറത്തുണ്ടാകട്ടെ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യേശുദേവൻ വിശുദ്ധകരം ഭർത്താവിനായി അറിയിച്ചിട്ടുള്ള മാവാട്ടിയെ പോലെ ഒരു ഈ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് മഹാശബ്ദം പറയുന്നതായി ഞാൻ കണ്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവരുടെ ജനമായി തീരും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം പുറത്തു. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മറുപടിയും കഷ്ടതയും ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും
സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവൻ ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇതിലൂടെ പാഠം വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരേ, സോദരരേ, കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി
വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. ബഹുമാന്യരായ അച്ഛന്മാരെ, ദുഃഖാർത്തരായ ഇടവചനങ്ങളെ, കുടുംബാംഗങ്ങളെ, തങ്കച്ചൻ്റെ വേർപാടിൽ സഭയുടെ അനുശോചനം അറിയിക്കാനുള്ള എൻ്റെ ചുമതല എൻ്റെ സഹോദരനും കൂട്ടുകാരനും ആത്മസുഹൃത്തുമായിരുന്ന തങ്കച്ചൻ 79 അബുദാബിക്ക് പോകുന്നിടം വരെ ഈ സഭയിലെ എല്ലാ കാര്യങ്ങളിലും ആദ്യോടന്തം ഇടപെടുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു. അന്ന് ഇവിടെ നടന്നിരുന്ന കൺവെൻഷനുകൾ ഈ പള്ളിയുടെ കുറേയുടെ ഗ്രൗണ്ടിലായിരുന്നു. അതിന് ദ്രാഗന്മാര് 7 തൂണും കാരണമൊക്കെ ഉണ്ടാക്കി വരും. അത് പള്ളിക്കൂടത്തിന്റെ മണ്ടയ്ക്ക് കയറ്റി വരും. എല്ലാ വർഷവും അതേ പറയണം. ഒരാഴ്ചത്തെ പണിയായിട്ട് അന്ന് വാടകയിൽ കിട്ടുന്ന ഏർപ്പാട് വീടുകളിൽ പോയി തെങ്ങയ്ക്ക് ഓല കെട്ടി കൊട്ടകളത്തിൽ കൊണ്ടിട്ട് വെള്ളത്തിലിട്ട് കൂടുതൽ നടന്ന് ഇവിടെ എല്ലാ ആളുകളും ഈ പരിപാടി നടന്നു. അന്ന് അങ്ങേയറ്റം പോയ 250 രൂപ 300 രൂപ. അത് ആന്ധ്ര മിഷനാണ് കൊടുക്കുന്നത്. ഇതിന് എല്ലാ വർഷവും നേതൃത്വം കൊടുക്കുന്നതായിരുന്നു. ഞങ്ങളെല്ലാം കൂട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സമവായക്കാരാണ്. എല്ലാ കാര്യങ്ങളിലും മിതവയും ശീലിക്കുകയും പ്രാർത്ഥനയിൽ വിട്ടിരിക്കുകയും ചെയ്തു എന്നുള്ള സത്യം. അസാമാന്യമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു തങ്കച്ചൻ. ആരെവിടെ ചെന്ന് നിന്നാലും തലേനെയൊന്ന് നോക്കുമായിരുന്നു. അതുപോലെയുള്ളതായ പുരുഷത്വമുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്. ദൈവം നമ്മളെ നല്ലവണ്ണം കരുതുകയും അത് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ള സത്യം. അവസാനം വരെ എനിക്കും കൂടെ നിൽക്കാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച 11 മണിക്ക് ഞാൻ എമർജൻസിയിൽ നിൽക്കുമ്പം കാർഡിയോളജി ഡോക്ടറുടെ ചോദിച്ചു, എന്താ നല്ല സുബോധമുണ്ട്, നല്ലപോലെ സുബോധമുള്ള സമയം. എന്താ ഞായറാഴ്ച ഉണ്ടായ സംഭവത്തിന് വ്യാഴാഴ്ച വരെ ആശുപത്രിയിൽ പോകാതെ എന്താണെന്ന് ചോദിച്ചു. സ്പഷ്ടമായി നമുക്കാർക്കും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പഷ്ടമായി പറഞ്ഞു, ജീവിക്കുന്നതായ ക്രിസ്തു എന്നെ സൗഖ്യമാക്കുന്നു. ഞാൻ ഞങ്ങളുടെ ഡോക്ടർമാരുടെ മേശോടുണ്ടായിരുന്നു. ആ ഡോക്ടറിനൊന്നും പറഞ്ഞില്ല. ജീവിക്കുന്ന ക്രിസ്തു എന്നെ സൗഖ്യമാക്കുന്നു പറഞ്ഞു. അടിയുറച്ച ക്രിസ്തീയ വിശ്വാസത്തിന്റെ തീഷ്ണത നമുക്ക് അവിടെ കാണാൻ കഴിയുമായിരുന്നു. തൻ്റെ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നു എനിക്ക്, ശരീരത്തിൽ കാത്തിരിക്കട്ടെ, ശരീരത്തെ മെഡിസിൻ കരുതരുത്, പ്രാർത്ഥന കേട്ടു സന്തോഷത്തോടുകൂടി. അകാലത്തിലൊക്കെ നമ്മൾ പറയാം, അകാലത്തിലല്ല, ദൈവനിശ്ചയപ്രകാരം സംഭവിച്ചു എന്ന് മാത്രം കരുതിയാൽ മതി. ദുഃഖിക്കാനൊന്നുമില്ല, യാതൊരു ദുഃഖത്തിനും കാരണമില്ല. കുഞ്ഞിന്റെ പഠനകാര്യങ്ങളിൽ ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, നല്ലപോലെ പഠിക്കുന്നു, ദൈവം തമ്മിൽ കരുതും. ആ മനുഷ്യനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവം പ്രവർത്തിക്കേണ്ടത് സമയാസമയത്തിൽ പ്രവർത്തിക്കുകയും അതിന് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. ഈ സഭയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളുടെ നേതൃത്വത്തിനും ഈ സഭയെന്നും കടപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബം ഇനിയും തുടർന്നും ദൈവം തമ്പുരാൻ നടത്തട്ടെ. യോയനെയും ക്രിസ്ത്യനെയും ദൈവം കരങ്ങളിൽ വഹിക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശാനെയും കുടുംബത്തെയും നിങ്ങളെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എന്ന വിവരത്തെ ഒരിക്കൽ കൂടെ പറയുന്നു, യാത്ര പറയുന്നില്ല, വീണ്ടും നമുക്ക് കാണാം. Oh
അബുദാബിയിൽ നിന്ന് നാട്ടിൽ വന്ന സമയം മുതൽ ഈ ഇടവകയുടെ എല്ലാ ആത്മീയ കൂട്ടായ്മകളിലും വളരെ സജീവമായി പങ്കെടുത്തിരുന്നു എന്നത് വളരെ നന്ദിയോടെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിലോ വേദനാജനകമായ ഒരനുഭവം അത് അനുഭവിച്ചിട്ട് മാത്രമേ അത് തീവ്രമായി മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് ഇവിടെ കാണുന്ന ഈ പങ്കച്ചിനെ ഞാൻ ആദ്യം കാണുന്ന സമയത്ത് ഇതുപോലെയല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആ അടി കൂടുതൽ നിങ്ങളും അതിന് പത്ര ഭംഗവും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പിന്നെ അബുദാബിയിൽ ഞങ്ങളിവിടെ വന്നതിന് ശേഷം അബുദാബിയിൽ കടക്ക് നന്നായ സമയത്ത് അന്ന് ഞാൻ നല്ലതായ സമയം അതിശയിച്ച് ഉയർത്തിപ്പോയി. ഇവനെങ്ങനെ ഇങ്ങനെയാണ് ശോഷിക്കുന്നതോ. പിന്നെ അതിൻ്റെ ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. തങ്കച്ചിൽ വിളങ്ങിയിരുന്ന 2-3 സ്വഭാവവിശേഷങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജോസഫ് പ്രത്യേകം പറഞ്ഞത് പറയുന്നത് കേരളത്തിൽ വന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. He had firm faith in God. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്ലാസ് എടുത്തതായ സമയത്താണ്. അവരുടെ ഓരോ ക്ലാസ്സിലും അവിടെ വന്നിരിക്കുന്നവരെ എല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്നുള്ള ആ ഒരു മനോഭാവത്തോടുകൂടിയാണ് പ്രസംഗിക്കുന്നത്. എല്ലാ പ്രസംഗത്തിലും ക്രൂശിനെ കർത്താവിന്റെ നഷ്ടമായിട്ട് കർത്താവിന്റെ രക്തം മുഖാന്തരമാണ് നാം രക്ഷപ്പെടുത്തുക എന്നതിനെക്കുറിച്ചെല്ലാം ഊന്നി പറയുന്നത്. ഞാൻ ആ സമയം ഞങ്ങളുടെ അവസാനിക്കാൻ വീട്ടിൽ അവസാനം വീട്ടിലേക്കായിരുന്നു. ഞാൻ കസേരയിക്കാൻ പാവം അച്ഛന് ഇന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കും. ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കാൻ അത് അവസാനത്തെ വിവാഹത്തെ എന്നെ ഞാൻ ചെറിയ സമയത്ത് ഒരിക്കലും ചിരിക്കാത്തത് പോലെ അവന് കർണാടകമായിട്ട് ചിരിക്കാൻ കഴിഞ്ഞാണോ ആ സിൻസിയറിറ്റി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു. അതിന് അവൻ്റെ 2ാമത്തെ സ്വഭാവം. ദൈവീക സ്നേഹം ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ സ്നേഹിക്കാനായിട്ട് സാധിക്കുള്ളൂ. 2 തരത്തിലുള്ള സ്നേഹമുണ്ട്. ഒന്ന് ചൂടലാണ്, ഫോഴ്സിലാണ്. ചുമ്മാ ഉള്ളിൻ്റെ ഉള്ളിൽ പരക്കും. പക്ഷെ അങ്ങനെയുള്ള സ്നേഹം അല്ലായിരുന്നു തന്നിട്ടില്ല. ആത്മാർത്ഥമായി എല്ലാവരെയും സ്നേഹിച്ചു. കുടുംബത്തിലുള്ളവരെ തന്നെയല്ല, സഭയിലുള്ളവരെയും സമൂഹത്തിലുള്ളവരെയും എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. 3ാമത് നല്ല പ്രത്യാശ ഉണ്ടായിരുന്നു. അത് ജോയിൻ എന്നോട് പറഞ്ഞു. ഞാൻ മരിച്ച ബോഡി വളരെ ശ്രമത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് വിളിച്ചത് സമയം വാർത്ത പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. എന്നോട്ട് എങ്ങനെ വിളിച്ചത് സമയത്ത് ഞാൻ അവളെക്കുറിച്ച് അഭിമാനം കൊടുക്കുന്നു. കാരണം എന്നോട് പെട്ടെന്ന് പറ്റുന്ന കാര്യമില്ല. എല്ലാ കാര്യം എന്നോട് പറഞ്ഞു. എന്നിട്ട് അവർ കണ്ടു നിൽക്കൊണ്ട് അവർ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അവൾ എന്നോട് വിവരിച്ചു. നോക്കി വിശ്വാസം ഞാൻ അവിടെ 2 പേരോ അഭിമാനം ചെയ്തു. ഞാൻ പറഞ്ഞു ഭർത്താവ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യം അവരോട് ഇവർക്ക് ലക്ഷ്യം വരെ പരിപാലിച്ചു കൊടുക്കണം. ചെയ്യാമെന്ന് നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം?
അങ്ങനെ ദൈവത്തിലുള്ള വിശ്വാസത്തിലും അത് തന്നെയല്ല ആദ്യത്തെ അവിടെ ചെന്നാൽ ഇങ്ങനെ സന്ദേശം വെക്കും. എല്ലാവരും ആരെയും ഇങ്ങനെ പറയുകയാണ് എല്ലാ ബുദ്ധിനും സ്വഭാവ ശ്രേഷ്ഠത തികഞ്ഞ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തലത്തിന് പകരമായില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല, സന്തോഷിക്കാൻ കാരണം ഈ കഷ്ടതയും ദുഃഖതയും പ്രയാസവും ഉപരവും ലോകത്തുനിന്ന് ദൈവം അദ്ദേഹത്തിന് പ്രവർത്തിക്കുന്നു. ജീവിതം വളരെ സാക്ഷ്യമാണ്. തൻ്റെ പ്രവർത്തന മേഖലയിൽ ജോലിയോടൊപ്പം തന്നെ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തിയിരുന്നത് ക്രിസ്തീയ സാക്ഷ്യം നിലനിർത്തിയതിനു വേണ്ടി ആ നിലയിൽ മലയിൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം തലച്ചാൻ്റെ ജീവിതം അഭിമാനകരമായി. ആർക്കും പണം എത്ര കിട്ടിയാലും മതി എന്ന് പറയും. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് തലച്ചാനെ പറ്റി. തൻ്റെ ജോലി പൂർത്തീകരിച്ച് കമ്പനിയിൽ നിന്ന് മടങ്ങി പോരുമ്പോൾ കമ്പനിയിൽ നിന്ന് ലഭിക്കേണ്ട പണം 2 പ്രാവശ്യം തലച്ചാനെ ലഭിച്ചു. എന്നാൽ ആദ്യത്തെ പ്രാവശ്യം കിട്ടിയത്, രണ്ടാമത് കിട്ടിയത് തന്റെ സ്നേഹിതൻ വശം ചെക്ക് കമ്പനിയെ തിരികെ ഏൽപ്പിച്ചു. എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടേണ്ടത് നിങ്ങൾ നേരത്തെ നൽകിയതാണ് എന്ന് പറഞ്ഞു ആ വലിയൊരു തുകയുടെ ചെക്ക് ആ കമ്പനിക്ക് തിരികെ നൽകി. അഭിമാനത്തോടെ ദൈവം തന്നിട്ടുള്ളതിൽ തൃപ്തി കണ്ടെത്തിയതായ ഒരു ജീവിതം. കുടുംബത്തെ സംബന്ധിച്ചോളം കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ സജീവമായി, കുടുംബ പ്രവർത്തനങ്ങളിൽ സജീവമായി. മലയിൽ കുടുംബാംഗങ്ങൾ എന്ന് പറയുന്ന അഭിമാനങ്ങളിൽ
അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ, ഞാൻ 5ാം തലമുറയാണ്, ഞാൻ 6ാം തലമുറയാണെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ നിലയിൽ തകച്ചായൻ്റെ പിന്നിൽ വരുന്ന തലമുറയ്ക്ക് ചെറുപ്പക്കാരായവർക്ക് വലിയൊരു മാർഗദർശിയായ ജീവിതം പ്രവർത്തനങ്ങളുണ്ട്. മാർഗദർശിയായ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ സജീവമായി പങ്കെടുക്കുന്നു. ബഹുമുഖ മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. കുടുംബത്തിന് ലഭിച്ചിട്ടുള്ള എല്ലാ കൈത്താങ്ങലുകളും മാത്രം ദൈവത്തിന് സ്വാഗതം ചെയ്യും. വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന മാമയും മോളെ ദയിച്ചാനെ മറ്റ് കുടുംബാംഗങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. മലയിൽ കുടുംബത്തിൻ്റെ അനുശോചനം കേൾക്കും. നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നു. പ്രിയപ്പെട്ട തകച്ചാനിൻ്റെ ധന്യമായ ജീവിതത്തിനായി പള്ളിയുടെ ശുശ്രൂഷകളിൽ തകച്ചനെ ഉപയോഗിക്കുന്നു. പിന്നീട് ഉണ്ടായിരുന്ന എല്ലാ ശുശ്രൂഷകളിലും, പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനകളിലെ മറ്റു കൂട്ടായ്മകൾ വളരെ ആക്റ്റീവായിട്ട് തകച്ചായി പങ്കെടുത്തു. ദൈവവചനം വളരെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കത്തോടെ ശുശ്രൂഷിക്കുന്നതിന് തകച്ചായിന് ധാരാളം അവസരങ്ങൾ ലഭിച്ചു. 2-3 കാര്യങ്ങൾ തകച്ചായിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളും ഒരുപോലെ സമ്മതിക്കുന്നതായ കാര്യങ്ങൾ. ഒന്ന്, തന്റെ പ്രാർത്ഥനാ ജീവിതമാണ്. ഭവനത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഒട്ടുമേൽ നിന്ന് ഒരു 2 മണിക്കൂർ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് തകച്ചായിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ സമയമാണ്. പ്രാർത്ഥനാപരമായ എൻ്റെ ജീവിതം ഈ ഇടവകയിലെ എല്ലാ ആളുകൾക്കും എന്തെങ്കിലും ആവശ്യമുണ്ടാകുന്നതായ സന്ദർഭത്തിൽ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യത്തെ വ്യക്തി പ്രിയപ്പെട്ട തകച്ചാനായിരുന്നു. തകച്ചാനെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. രണ്ടാമത്, കർത്താവിനോടുണ്ടായിരുന്ന തകച്ചാനിന്റെ ആഴമായ സ്നേഹം. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വ്യാഴാഴ്ച ദിവസം രാവിലെ അന്ന് സംസാരിച്ച സമയത്തും തന്റെ ഭവനത്തിലിരുന്ന് തകച്ചാനെ പറയുവാനായിട്ടുണ്ടായിരുന്നത്, നമ്മൾക്കൊക്കെ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കും, പക്ഷേ കർത്താവിനെ മറന്ന് സ്നേഹിക്കാണ് നാം മുന്നോട്ട് പോകും. തന്റെ മനസ്സിനെ ഏറെ ഭാരപ്പെടുത്തിയിരുന്നതായ കാര്യമാണ് നാം യേശുവിനെ, കർത്താവിനെ സ്നേഹിക്കാതെ പോകുന്നത്. ദൈവത്തിനുള്ള യേശുവിനോടുണ്ടായിരുന്ന തകച്ചാനിന്റെ സ്നേഹം, അതിന്റെ ആഴം അളക്കുവാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കത്തില്ല. ഒന്നാമത് തകച്ചാനുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ തീക്ഷ്ണത. പ്രിയപ്പെട്ട താമസിച്ചാൻ അതിലൂടെ പറഞ്ഞു, അകാലത്തിലാണ് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ അല്പം കൂടെ ഒരു പക്ഷേ നീട്ടി കിട്ടുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും തകച്ചാനുണ്ടായിരുന്ന വിശ്വാസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞുള്ള വിശ്വാസമാണ്. അന്ത്യം വരെ കർത്താവ് നൽകിയ ജീവിതം, കർത്താവ് നൽകിയ ആരോഗ്യത്തിൽ, ആ ബലത്തിൽ, ധൈര്യത്തിൽ മുന്നോട്ട് പോയതായ അനുഗ്രഹീതമായ ഒരു ജീവിതം. ഈ ജീവിതത്തിന്റെ വിയോഗം ഓർമ്മ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം, ഈ ഇടവകയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ ഇടവകയിലെ ശുശ്രൂഷകളെ സംബന്ധിച്ചിടത്തോളം ഇത് നേടാനാവാത്ത വലിയ ഒരു നഷ്ടമാണ്. തകച്ചായന്റെ നല്ല ജീവിതത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. തകച്ചായന്റെ മരണ സമയം മുതൽ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി സഹകരിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. തകച്ചായനയുടെ ചികിത്സയ്ക്കായിട്ട് ആദ്യം പോയത് മുത്തൂറ്റ് ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്രമപ്പെടുത്തിയത് നമ്മുടെ ഡോക്ടർ മാത്യു തേരിനോട് മുത്തൂറ്റ് ഹോസ്പിറ്റലിലെ തകച്ചായനെ ശുശ്രൂഷകൾ നൽകുവാനായിട്ട് ശ്രമിച്ച എല്ലാ സ്റ്റാഫിനോടുമുള്ള കുടുംബത്തിന്റെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തകച്ചായന്റെ മകൾ ക്രിസ്റ്റീന ആ സമയത്ത് കോളേജിലായിരുന്നു. കുട്ടിക്കാലത്ത് വലിയ കോളേജിലാണല്ലോ പഠിക്കുന്നത്. ഭരണവാർത്ത അറിയിച്ചപ്പോൾ ഇടുക്കി ജില്ലയിൽ ഹർത്താലിൽ
ആചരിച്ചതായ ദിവസം. എന്നാൽ അവർക്ക് ലഭ്യമായ ഏറ്റവും ആദ്യത്തെ സമയം വാഹനം ക്രമീകരിച്ച് ഒരു സിസ്റ്ററുടെ നേതൃത്വത്തിൽ അധ്യാപകരും ഒരു കൂട്ടം വിദ്യാർത്ഥിനികളും ചേർന്ന് ക്രിസ്റ്റീനായെ കൊണ്ട് ഏതാണ്ട് 8 മണി കഴിഞ്ഞപ്പോൾ പയ്യാൻ്റെ മോർച്ചറിയിൽ വരികയും അതിനുശേഷം പല സന്ദർഭങ്ങളിലും വലിയ കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഞങ്ങൾ സന്ദർശിച്ചു, ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെയും ഭവനത്തിൽ ധാരാളം കുഞ്ഞുങ്ങൾ അവരുടെ അനുശോചനം രേഖപ്പെടുത്തി. അധ്യാപകർ, ക്ലാസ് ടീച്ചർ അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി. ഈ സംസ്കാര ശുശ്രൂഷയിൽ ക്രിസ്ത്യൻ പഠിക്കുന്നതായ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ HOD-ആയി പ്രവർത്തിക്കുന്ന ഫാദർ ജെയിംസ് കോടികളേറ്റൻ നമ്മോട് കൂടെയുണ്ട്. അച്ഛനോടും എല്ലാ സ്റ്റാഫ് അംഗങ്ങളോടും ഇടപെടുന്ന നിശ്ചയമായ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അബുദാബി ഇടവകയിൽ CSI ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത മിക്കവാറും എല്ലാ പട്ടക്കാരും ഇവിടെ വെച്ചുള്ള ശുശ്രൂഷകളിൽ പങ്കെടുത്തു. ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്ന വലിയ അച്ഛന്മാരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ധാരാളം ബഹുമാനപ്പെട്ട അച്ഛന്മാരുണ്ട്. വലിയ ഇടപെടക്കാരോട് ഇടപെട്ടുള്ള കുടുംബത്തിനുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുവാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. അതുപോലെ ഗായക സംഘാംഗങ്ങൾ, സ്ത്രീജന സഖ്യാംഗങ്ങൾ, വൈകുന്നേരങ്ങളിൽ നടത്തപ്പെട്ട പ്രാർത്ഥനകളിൽ മറ്റെല്ലാ കൂട്ടങ്ങളിലും സജീവമായി നേതൃത്വം നൽകി പല മാസങ്ങളോടും ഗായക സംഘത്തിലെയും സ്ത്രീജന സഖ്യത്തിലെയും എല്ലാ അംഗങ്ങളോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ ഇടവകയുടെ മുന്നിടവകപ്പെട്ട ഈ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും ക്രിസ്തുസ്ഥാന ശുശ്രൂഷയ്ക്കാണ് അവരുടെ നേതൃത്വം നൽകുന്നതിനും ഇടവകയ്ക്കുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ അധ്യക്ഷൻ അഭിനന്ദ ദക്ഷിണേന്ത്യ സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്റർ എന്റെ നിലകളിൽ വളരെ തിരക്കിട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എനിക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നതാണ്. ഈ ആവശ്യത്തിന്മേലുള്ള പങ്കുകാല സമയത്തിനെ സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷയ്ക്ക് വരാൻ നേതൃത്വം നൽകാമെന്ന് കൃത്യസമയം നമ്മുടെ മധ്യത്തിൽ തിരുമേനിയാകുന്ന തിരുമേനിയോട് ഇടവകയ്ക്ക് കുടുംബത്തിനുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷകളിലൊക്കെ നമ്മളെ സംബന്ധിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരോടും അതിന്റെ സ്നേഹിതരായി, ബന്ധുക്കളായി, പ്രിയപ്പെട്ടവരായി ഏതെങ്കിലും തരത്തിൽ അന്തസാരമായി അവരുടെ ബന്ധപ്പെട്ടിട്ടുള്ള ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദുഃഖത്തിൽ പങ്കുചേരുന്ന എല്ലാവരോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. തുടർന്ന് പ്രിയപ്പെട്ടവരെയും മോളെയും ദേശനെയും മക്കളെയും മറ്റ് സഹോദര മക്കളെയും സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇടവപ്പെട്ടക്കാരനുള്ള ഇടവകയുടെ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുതുന്ന 24ാമത്തെ കീർത്തനത്തിന്റെ ആദ്യത്തെ ചരണമാണ്. അതിനുശേഷം സാന്ദ്രമായ ഈ അനുഭവത്തിൽ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ നീ മാത്രമാണ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരനെയും കുടുംബത്തെയും പ്രിയപ്പെട്ട മകളെയൊക്കെ നിന്റെ കരങ്ങളിൽ തരുന്നു. ആകസ്മികമായ ജീവിതത്തിൽ വരുന്ന കൈപ്പേറിയ അനുഭവങ്ങളിൽ ക്ഷീണിച്ചു പോകാതെ കരയുന്നവരോടുകൂടി കരയുന്ന കർത്താവിനെ കാണുവാനും
ആശയത്തിൽ താഴ്ച കർത്താവിനെ കാണുവാൻ സമാധാനത്തോടുകൂടി ഈ ശുശ്രൂഷ പൂർത്തീകരിക്കാൻ എന്നെ പ്രാപ്തമാക്കണമേ. ദൈവത്തിന്റെ സമാധാനത്താൽ എല്ലാവരും തരണമേ. യേശുവിനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയപ്പെട്ട ഒരുപാട് ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബം, അവരെ സഹോദരവും ഈ കാര്യങ്ങളെ സ്നേഹിച്ചു നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ നിരന്തരമായിട്ട് ചെയ്യുകയും ആകസ്മികമായി ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ജീവിതത്തെ പലപ്പോഴും പിടിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് വിശ്വാസത്തിൽ വഹിക്കുവാനും കർത്താവായ യേശുക്രിസ്തുവിനോട് ലഭ്യമായിട്ടുള്ള ആ പ്രത്യാശയിൽ പ്രവേശിപ്പാനൊക്കെ നമുക്ക് ഇടയാണ്. വളരെ ആരോഗ്യത്തിനായി ജീവിച്ചു ജോലി ചെയ്യുവാൻ ദൈവാരോഗ്യം കൊടുത്തു. വിദേശത്ത് ദീർഘകാലങ്ങളിൽ ജീവിച്ചു. ഏറ്റവും മാതൃകാപരമായി തന്റെ ഉദ്യോഗ ജീവിതവും സഭാജീവിതവും പൂർത്തീകരിച്ചു. ഈ നാട്ടിൽ വന്നിട്ട് കുറേയേറെ പ്രവർത്തിപ്പാൻ ആഗ്രഹിച്ചതാണ്. പ്രത്യേകിച്ച് മണിക്കാട്ടിനോട് ചേർന്ന് പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും അതിനായിട്ട് പുറപ്പെടുകയും ചെയ്ത ഒരു ഘട്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുമ്പോൾ ഒത്തിരി സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ അവരുടെ എനിക്ക് എന്നോടൊക്കെ ദൈവം ഓർപ്പിക്കുന്നത് മരണത്തെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിലാക്കുക വളരെ യാഥാർത്ഥ്യമാണ്. മരണമെന്ന് ആവർത്തിച്ചു വരുന്നത്. ഈ സമീപകാലത്ത് ഞാൻ ദിവസവും ധാരാളം പങ്കെടുക്കുന്നത് ഇത് വളരെ കഠിനമായ ചിലപ്പോൾ ക്രൂരമായിട്ടുള്ള മരണങ്ങളാണ്. നിരവരാധികൾ ഒട്ടും അവരുടേതായ കൊണ്ടൊന്നുമല്ല. മലേഷ്യൻ പെയിൻ അത്രയും ആളുകളുമായി കടലിന്റെ ആഴങ്ങളിൽ പതിച്ചു. ഒരു വഴിയുമില്ല, ഒന്നും അറിയില്ല. കഴിഞ്ഞ ദിവസം ഇതെല്ലാം അപകടത്തിലുള്ള മരണങ്ങളാണ്. നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിനെ കാണാൻ കഴിയും? ഈ ചോദനകളായ കുഞ്ഞുങ്ങൾ വീട്ടുമുറ്റത്ത് ബക്കറ്റിൽ വീണുവരിക്കും. അപ്പോൾ മരണം വളരെ വ്യത്യസ്തമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഒന്ന് സമൂഹം വളർന്നു, ആധുനികത വളർന്നു, ജീവിത സാഹചര്യങ്ങൾ മാറി, മരണത്തിന്റെ സ്വഭാവവും മാറി. ഇവിടെയൊക്കെ നമ്മൾ വിശ്വാസത്തിൽ അല്ലാതെ മറ്റൊരു വഴിയും ഇത് കാണുന്നില്ല. നമുക്ക് കർത്താവിന്റെ വിശ്വാസത്തിൽ മാത്രമേ ഇതിലപ്പുറം ജീവിക്കാൻ കഴിയും. നമ്മളിത് വാങ്ങിപ്പോകുന്നവരുടെ ജീവിതങ്ങളും അവരിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളും അവരിലൂടെ ലഭിച്ച ചില മാതൃകകളും ഒക്കെ ഓർക്കുവാൻ സാധിക്കുന്നത് ഒരർത്ഥത്തിൽ നമുക്കൊരാശ്വാസം.